വണ്ടിയെ കൊണ്ട് നേരെ ഹൈവേയിലോട്ട് വന്നേക്കാണ് കേട്ടോ നമ്മളെ വീഡിയോ. ഓക്കെ അല്ലേ? ഈ ഒരു വർക്ക് നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് കൊടുത്ത വേറെ യെസ്. അപ്പം നമ്മുടെ RC390 കളർ ചേഞ്ച് ഈ ഒരു കളറിലോട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വണ്ടിയല്ല, അത് പറ്റിച്ച് എല്ലാവരും പറ്റിച്ച് തമ്മിലെല്ലാം കൊടുത്ത് വെറുതെ പറ്റിച്ച്. അപ്പം ഇത് നമ്മുടെ നെക്സ്റ്റ് കസ്റ്റംസിൽ വന്നാൽ ഞാൻ വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടില്ല, ഒരു ഫുൾ വർക്കിനായിട്ട് വന്നൊരു വണ്ടി ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു ബൈക്കാണത് ഈ കാണുന്നത്. ഇതിൻ്റെ കളർ ചേഞ്ചിനായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂരാണ് കേട്ടോ. അടൂരിൽ നിന്ന് വന്നൊരു വർക്കാണ്. അപ്പം വണ്ടി ബ്ലൂവിലും ബ്ലാക്കിലും ആയിട്ടുള്ള കളർ ചേഞ്ചാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് കിട്ടിയിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ട് നമ്മൾ RT കൊണ്ട് ഇതിൻ്റെ RC ബുക്കിൽ കളർ ചേഞ്ച് ചെയ്ത് ബ്ലൂവിലും ബ്ലാക്കിലോട്ട് ആക്കാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ കിറ്റും ബാക്കി സംഭവങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളൊരു ഫുൾ മോഡിഫൈഡ് കിറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു അടിപൊളി ലുക്കിലായിട്ട് ഈ RC ആക്കുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു ബ്ലൂ ബ്ലാക്ക് ആക്കിയപ്പോൾ തന്നെ കൊള്ളാം, കാണാൻ രസമൊക്കെ ഉണ്ട്. വണ്ടി ഇങ്ങനെ ദൂരെ നിന്ന് ഓടി വരാനൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറാണ് കേട്ടോ. അപ്പം ഫുൾ വർക്ക് ചെയ്യുമ്പോൾ വണ്ടി ഫെയർ ലെവലായിരിക്കും. അപ്പോൾ ഈ ഒരു കളറും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, ഫുൾ ഗ്രാഫിക്സ് വർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വണ്ടിയുടെ കളർ ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം 7 മണിക്ക് ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ രാവിലെ 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നേരെ നമുക്ക് ഇവിടെ പോയിട്ട് ഇപ്പം എന്തൊക്കെയാണ് പരിപാടി നോക്കാം. ഞാൻ ഏജൻറ്റ് ഡ്രോ വഴിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയ്ക്കും കിടന്ന് ഓടേണ്ടി വരത്തില്ല. നോർമൽ രീതിയാണെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ആദ്യം പോയി ഇതിൻ്റെ RC ബുക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ കുറച്ച് അപേക്ഷിക്കും കാര്യങ്ങളൊക്കെ വേണം. ഇതിപ്പോൾ ഞാൻ ഏജൻറ്റ് വഴി ആയതുകൊണ്ട് നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ പരിപാടിയിലോട്ട് കടക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ലൊക്കേഷൻ എത്തി. നമ്മൾ വണ്ടി കൊണ്ട് ഇവിടെ വന്നപ്പം ഈ ഒരു വണ്ടിയുടെ ഓണറിൻ്റെ ഫ്രണ്ട് എന്താ വെച്ച് നമ്മൾ കണ്ടു കേട്ടോ. ഓക്കെ ഓക്കെ, പിന്നെ കാണാം. പോട്ടെ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതാ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. സംഭവം ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്ത് സംഭവം 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 8:20 ആയിട്ടുണ്ട്. RT ഓഫീസിൽ വന്ന് പോയതൊക്കെ സിമ്പിളായിരുന്നു, വേറെ ഒന്നും നോക്കിയില്ല. വണ്ടിയുടെ കളർ മാത്രം നോക്കി ഇത്ര ആൾ പരിപാടി ഞാൻ. ഇനിയിപ്പോൾ പുതിയ RC ബുക്ക് ഇതിൻ്റെ ഓണറിൻ്റെ വീട്ടിൽ വന്നോളും കേട്ടോ. പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ RC നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്ന് കുറച്ച് മെക്കാനിക്കൽ വർക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. മെക്കാനിക്കൽ വർക്ക്, ആഫ്റ്റർ മാർക്കറ്റ് കിറ്റും കാര്യങ്ങളൊക്കെ അതിപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ അകത്ത് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യാനായിട്ടോ കുറച്ചും കൂടെ. അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ സെറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മുടെ RTയുടെ പഴയ ഫോർക്കുമില്ല, അതിൻ്റെ കളർ നോക്കി കട്ട ഡാർക്കായി പോയിട്ടോ. അയ്യോ, നോക്കി RCയുടെ കിറ്റും സംഭവങ്ങളൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്ക് കിറ്റ് പോയിരിക്കുന്ന ബാക്കി കിറ്റ് ആ സൈഡിൽ ഇരിപ്പുണ്ട്, നിങ്ങൾ കണ്ടു കാണും. എങ്കിലും കുഴപ്പമില്ല, അതിപ്പോൾ നല്ലോണം കാണിക്കുന്നില്ല കേട്ടോ. കുറച്ച് കേബിളും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഫ്രണ്ടിലത്തെ ലോക്കിൻ്റെ കേബിളാണ് കേട്ടോ, അത് മൊത്തം ഡാമേജ് ആയിട്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ച് കേബിളും കുറച്ച് പ്രശ്നമായിട്ടിരിക്കുക. അതെവിടെയാണ് നോക്കിയാൽ മൊത്തം തുരുമ്പൊക്കെ എടുത്തായിട്ട് ഇരിക്കാൻ കേട്ടോ. ക്ലച്ച് കേബിൾ മൊത്തം സീനായിട്ട് ഇരിക്കുക. അപ്പം അതൊന്ന് റീപ്ലേസ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കിറ്റിൽ നമ്മൾ ചെറിയൊരു സ്റ്റിക്കർ ഇറക്കും കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് ശേഷമാണ് അത് കിറ്റിൽ ഇപ്പോൾ ക്ലിയറും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇതിലേക്ക് ടോപ്പ് പാർട്ട് സീറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. അതിനകത്തേക്ക് ഇനി ക്ലിയർ അടി അപ്ലൈ ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ച് സ്റ്റിക്കർ ഇറക്കും കൂടെ ഉണ്ട്. പവർ പാർട്ട് വൈസറും അങ്ങനെയൊക്കെ ആയിട്ടൊരു വിഷയം ലുക്കിലോട്ട് ആക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ Gen 2 അഡ്ജസ്റ്റബിൾ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലച്ച് നമ്മൾ അഡ്ജസ്റ്റബിൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രേക്കിന് കുറച്ച് ബൈക്കും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഫ്രണ്ട് മോഡിഫിക്കേഷൻ കിറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മുടെ RCയുടെ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ റിവ്യൂവിനായിട്ട് നമ്മളിങ്ങനെ മൂടി ഇട്ടേക്കാണ്. നമ്മുടെ വണ്ടിയുടെ ഓണറിൻ്റെ ആയിരോ വീഡിയോ കണ്ടിട്ട് മാത്രം വർക്ക് തന്നാണല്ലേ. എന്തായാലും സന്തോഷം. അപ്പം വണ്ടി ഇത് ലോഞ്ച് ചെയ്യാൻ പോയിടും. ഹാപ്പി അല്ലേ? വണ്ടി കണ്ടില്ലല്ലോ, കാണാൻ പോയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോഞ്ച് ചെയ്താലോ? ചെയ്യാം ഓക്കെ അല്ലേ? ചെയ്താൽ ഇതാണ് നമ്മുടെ ഫുൾ വർക്ക് കഴിഞ്ഞ RC200 വണ്ടി. ബ്രോ എങ്ങനെയുണ്ട്? വണ്ടി അടിപൊളി, ഞാൻ വിചാരിച്ചതിലും മനോഹരമായി ചെയ്തത്. ഞാൻ വണ്ടി കാണുന്നതന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട്. അതെ, വണ്ടി ഇപ്പോഴാണ് മച്ചാൻ നേരിട്ട് കാണുന്നത് കേട്ടോ. വണ്ടി എൻ്റെ വന്നിട്ട് ഏകദേശം 2-2.5 മാസമായില്ലേ? 2.5 മാസത്തിന് മുന്നേ കൊടുത്ത വണ്ടിയാണ്. മുന്നേ കൊടുത്ത വണ്ടിയാണ്. ഇതായിട്ടൊരു നമ്മുടേതായിട്ടുള്ള പരിപാടി കേക്ക് കട്ടിങ്ങും ആയിട്ട് നമുക്ക് പരിപാടി ഉഷാറാക്കാം. ഓക്കെ, ക്ലാപ്പിട്ട എല്ലാവരും കൈ പോടാ.
ഒരിക്കലും ഒതുക്കുന്നില്ല. വണ്ടിയെ കൊണ്ട് നേരെ ഹൈവേയിലോട്ട് വന്നേക്കാണ് കേട്ടോ. നമ്മൾ അർബൻ സ്വിഫ്റ്റിനെ കൊണ്ടുവന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റല്ലേടാ? വീഡിയോ ഓക്കെ അല്ലേ? ഓക്കെ. വണ്ടി റിവീലായാ? ഏതാ? ആണോ? അയ്യോ, നമ്മൾ പണ്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മൾ RCയിൽ കാക്ക തൂറിയ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് ഇവൻ്റെ ബൈക്കായിരുന്നു കേട്ടോ. RCയെ കൊടുത്തപ്പോൾ വേറെ 390 കാര്യങ്ങളൊക്കെ എടുത്ത് പ്രൊഫഷണൽ വീഡിയോഗ്രാഫറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അവരെ വിളിച്ചിട്ടാണ് നമ്മളിതിൻ്റെ വീഡിയോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ RC200 റിവീലിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫുൾ വർക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഫുള്ളായിട്ട് എന്തൊക്കെ ചെയ്തതെന്ന് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വണ്ടിയുടെ ഡിസൈനാണ്. റെനോവസാണ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. ആദ്യം വേറൊരു ഡിസൈനായിരുന്നു, അത് കസ്റ്റമർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് മാറ്റിയിട്ട് ഈ ഒരു ഡിസൈനിലോട്ട് ആക്കിയതാണ്. കസ്റ്റമറുടെ ആഗ്രഹപ്രകാരം ബ്ലൂ ആൻഡ് ബ്ലാക്കിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ബോഡി കിറ്റാണ്, X2SCയുടെ കിറ്റാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കിറ്റും വരും, അണ്ടർബെല്ലി വരും, ബാക്ക് സീറ്റ് വരും. പിന്നെ ഒരു പവർ പോർട്ട് വൈസറാണ് നമ്മൾ ലുക്കിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് കൂടാതെ തന്നെ നമ്മൾ പെർഫോമൻസ് പരമായിട്ടും കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഫ്രണ്ടിലെ ബ്രേക്ക് ലിവർ മാറ്റി നമ്മൾ അഡ്ജസ്റ്റബിൾ 390 വന്ന് അഡ്ജസ്റ്റബിൾ ലിവർ ആക്കിയിട്ടുണ്ട്. ക്ലച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ബ്രംബോർഡിലോട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ജനറൽ സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. പക്ഷേ വണ്ടി കാണാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ലുക്കും കാര്യങ്ങളൊക്കെ കാണുന്നവരെ മനസ്സിലാവുമല്ലോ. നമ്മളിപ്പോൾ ഇതിൻ്റെ എല്ലാ A-to-Z കാര്യങ്ങളും ഫുൾ അഴിച്ച് ഇളക്കിയാണ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല. ഇനി ഇവിടുന്ന് കഴിഞ്ഞിട്ട് വേണം അവിടെ കൊണ്ടുപോയി ബേക്ക് നമ്പർ പ്ലേറ്റും അണ്ടർബെല്ലും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ബേക്ക് നമ്പർ പ്ലേറ്റും ഫ്രണ്ട് നമ്പർ പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പം ഇതാണ് വണ്ടിയുടെ ഫുൾ വർക്ക്. പിന്നെ RGBയുടെ റിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ സ്റ്റോക്ക് കിറ്റ്, അതായത് സൈഡ് കിറ്റ്, അതിൻ്റെ ഇന്നർ കിറ്റ്, പിന്നെ ടാങ്ക്, വേറൊരു ടാങ്ക് സെപ്പറേറ്റ് ഇട്ട് അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോക്ക് ബ്ലൂ കളർ ആക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മൾ RC ബുക്കിലും കളർ ചേഞ്ച് ചെയ്തെടുത്ത് ഈ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്കിലോട്ട് RC ബുക്കിൽ നമ്മൾ ചേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടി എൻ്റെ കസ്റ്റമർ തന്നപ്പം ഏകദേശം ഒരു 2.5 മാസം ആയിട്ടുണ്ട്. കസ്റ്റമർ ഒന്നും അറിഞ്ഞില്ല. ഈ ഒരു RC ബുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പോലും ഞാനാണ് കൊണ്ടുപോയത്. നിങ്ങൾ വീഡിയോ തുടക്കുമ്പോൾ കാണാൻ തന്നെ മനസ്സിലാവുമല്ലോ. കസ്റ്റമർ ഒന്നും അറിഞ്ഞില്ല. വണ്ടിയുടെ A-to-Z സർവീസും എല്ലാം നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് കൊടുത്ത വെറും 50,000 രൂപയ്ക്കാണ്. 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും വർക്ക് നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല. അതായത് 50,000 രൂപ എന്ന് പറയുമ്പോൾ ഈ ഫുള്ളാണ്. അതായത് ഓട്ടോലോവിൻ്റെ കിറ്റ്, സ്റ്റോക്ക് കിറ്റ്, പെയിൻ്റ് അടിച്ച്, വൈസറും ജനറൽ സർവീസും അങ്ങനെ എല്ലാം കൂടെ വെറും 50,000 രൂപയ്ക്കാണ് ഈ ഒരു വണ്ടിയുടെ വർക്ക് കഴിഞ്ഞ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഡിസൈൻ വർക്കും അതേപോലെ തന്നെ റാപ്പിൻ്റെ പൈസ എല്ലാം അതിൽ തന്നെ ഇൻക്ലൂഡാണ്. അപ്പം ആ ഒരു എമൗണ്ടിന് ഈ ഒരു വണ്ടിയുടെ വർക്ക് എങ്ങനെയുണ്ട്, RC ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ. ഓക്കെ, അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലത്തുള്ള എന്ത് വർക്കിനും നമ്മുടെ നെസ്കിയിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു വണ്ടി എനിക്ക് തന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. എന്നെ വിശ്വസിച്ച് മാത്രം തന്ന വണ്ടിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമ്മൾ അറിയിക്കാനായിട്ടൊരു പോസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതൊന്നും കാണാതെ എന്നെ വിശ്വസിച്ച് തന്നൊരു ബൈക്കാണ് ഈ RC200. അതുകൊണ്ടൊക്കെ തന്നെ ഒരു സ്പെഷ്യൽ കെയർ ഈ ഒരു വണ്ടിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടി മാക്സിമം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊടുക്കണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെയിറ്റ് ചെയ്യാൻ നമ്മളെ വണ്ടിയുടെ ഓണറിനെ ജസ്റ്റ് ഒന്ന് വിളിക്കും. ഇപ്പോൾ പേരൊന്ന് കറക്റ്റ് പറഞ്ഞു. എൻ്റെ പേര് ശരത്താണ്. അപ്പം എങ്ങനെയുണ്ട്? പത്തനംതിട്ട അടൂര് കഴിഞ്ഞ് 16 റൂട്ട്. ഓക്കെ, ഇളമണ്ണൂർ എന്ന് പറയും. അപ്പം എങ്ങനെയുണ്ട് വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ? ഉള്ളത് പറഞ്ഞു. എൻ്റെ ഇതെൻ്റെ ജെന്യൂൻ ഒപ്പീനിയനാണ്. ഞാൻ പത്തനംതിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത്. അപ്പോൾ അവിടെ സാധാരണ എല്ലാവർക്കും അറിയുന്ന പോലെ കുറേ ഷോറൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാനാണെങ്കിൽ കുറേ തിരക്കിയതിന് ശേഷം പിന്നെ ബ്രോയുടെ ഇത് വീഡിയോസൊക്കെ കണ്ട് നമ്പർ എടുത്ത് വിളിക്കുമായിരുന്നു. അപ്പം എൻ്റെ ജെന്യൂനായിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഈ സാധനം തന്നെ എല്ലാ ഇടത്തും ചെയ്ത് കിട്ടും. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത്രയും വൃത്തിക്ക് വിശ്വസിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. നല്ല വർക്കാണ്. ഞാനൊരു 2 മാസം മുമ്പ് വണ്ടി കൊടുത്തിരുന്നു. 2 മാസം മുമ്പിട്ടാണ് വണ്ടി കൊടുത്തത്. അപ്പം ഞാൻ ഫുള്ള് വണ്ടി കൊടുത്തിട്ട് പറഞ്ഞു, ബ്രോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും, എന്നിട്ട് ബാക്കി ഞാൻ വന്നിട്ട് നോക്കിയോളാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ എനിക്ക് വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും പിന്നെ എന്തുണ്ടെങ്കിലും ഇതിനകത്ത് എന്ത് ചേഞ്ച്മെൻ്റ് ഉണ്ടെങ്കിലും എന്നെ വിളിച്ചപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പക്കയാണ്. അപ്പം
ഇതിലും നല്ലൊരു പ്രശംസ വേറില്ല. താങ്ക് യു ബ്രോ. എന്തായാലും കസ്റ്റമർ ഹാപ്പിയാണ്, അത് കേട്ടപ്പോൾ തന്നെ മനസ്സ് ഭയങ്കര ഹാപ്പിയായി. എന്തായാലും അടുത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് പിന്നെ ഉറപ്പായിട്ടും ഇതിപ്പം കണ്ടാൽ തന്നെ ഞാൻ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല, അവരൊന്ന് ചോദിച്ചോളൂ ഇത് എവിടുന്നാണ് ചെയ്തതെന്നുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പം നമുക്കിനി അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.